ബസിൽ ലൈംഗികാതിക്രമം നടന്നു എന്ന ആരോപണത്തിനു പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിലായിരുന്ന ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം ലഭിച്ചു. 22 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഷിംജിത ജയിൽ മോചിതയായത്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെയാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ് ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഷിംജിത മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജാമ്യം. മാസത്തിൽ 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയവയാണ് ജാമ്യവ്യവസ്ഥകൾ. നേരത്തെ ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ഷിംജിത ജാമ്യം തേടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ദീപകിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട സാഹചര്യം കേസിലില്ലെന്നായിരുന്നു പ്രതിഭാഗവാദം. കൂടാതെ ഷിംജിത 22 ദിവസമായി ജയിലിൽ കഴിയുന്നത് കണക്കിലെടുക്കണമെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജയിലിന് പുറത്തുവന്ന ഷിംജിത പ്രതികരിച്ചു. 22 ദിവസങ്ങൾക്ക് ശേഷം ഷിംജിതയുടെ ജാമ്യം നിരാശയുണ്ടാക്കിയെന്നായിരുന്നു ദീപകിന്റെ കുടുംബം പ്രതികരിച്ചത്. മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഷിംജിത ജയിലിൽ കിടക്കേണ്ടവൾ തന്നെയാണെന്നും ദീപകിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ദീപകിന്റെ നീതി ഉറപ്പാക്കാൻ നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എൻ്റെ കുട്ടി അന്ന് കണ്ണൂർ സ്റ്റേഷനിലെത്തി എന്നെ വിളിച്ച്, മമ്മിയെ ഞാൻ ട്രെയിനിന് വരാൻ പോകണമെന്ന്. അപ്പോഴൊന്നും എൻ്റെ കുട്ടി ഒന്ന് പറഞ്ഞു, മമ്മി എന്താ ട്രെയിന് വന്ന് മമ്മി ഫോണ് വെച്ചോളൂ, ഞാൻ 3:30 ആകുമ്പോൾ വീട്ടിൽ വരുന്നത്. ഇന്നതിൻ്റെ ശേഷമാണ് ആരോ വിളിച്ച് കുട്ടി അറിഞ്ഞത്. ബസ്സിലുണ്ടായ സംഭവം കുട്ടി അറിയേയില്ല. ഒരു തെറ്റും ചെയ്യാത്തൊരു മോനാണ്. ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് ഉറപ്പാണത്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പോൾ അവളെ ജാമ്യത്തിന് അവളെ ഒരിക്കലും ഞങ്ങൾക്ക് ജാമ്യം കൊടുത്തതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കോടതി എന്താ തീരുമാനിക്കുന്ന വെച്ചാൽ അതുപോലെ വരട്ടെ. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനം നൊന്താണ് ദീപക് ജനുവരി 17 ജീവനൊടുക്കിയത്. തുടർന്ന് വീഡിയോ ചിത്രീകരിച്ച ഷിംജിതയെ ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒളിവിലായിരുന്ന ഷിംജിത ജനുവരി 21 വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസിന്റെ പിടിയിലായത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.